ആദ്യമായി എന്തിനാണ് സർക്കാർ പാൻ കാർഡും ആധാറും ലിങ്ക് ചെയ്യുന്നത് നിർബന്ധമാക്കിയതെന്ന് നോക്കാം. ഇതിനു പിന്നിൽ കൃത്യമായ ഒരു സാമ്പത്തികമായ ലക്ഷ്യമുണ്ട്. അതായത് തട്ടിപ്പുകൾ തടയാൻ. ഒന്നിലധികം പാൻ കാർഡുകൾ ഉപയോഗിച്ച് പലരും നികുതി വെട്ടിക്കുന്നുണ്ട്, കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ പുതിയതായി സർക്കാർ രൂപീകരിക്കുന്നത്. ആധാർ എന്നത് വിരലടയാളം അടക്കമുള്ള ബയോമെട്രിക് രേഖയാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്കൊരു ആധാർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. പാൻ കാർഡിനെ ആധാറുമായി ബന്ധിപ്പിക്കുന്നതോടെ ഒരു വ്യക്തിക്ക് ഒരു പാൻ, വൺ പേഴ്സൺ വൺ പാൻ എന്ന നിയമം കർശനമായി നടപ്പിലാക്കാൻ കഴിയും. ഇതിന്റെ സുതാര്യത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിലൂടെ ആദായ നികുതി വകുപ്പിന് നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി ട്രാക്ക് ചെയ്യാനും വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ പൂർണ്ണമായിട്ട് തടയാനും സാധിക്കും. ഇനി ലിങ്ക് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിലവിലെ നിയമപ്രകാരം ലിങ്ക് ചെയ്യാത്ത പാൻ കാർഡുകൾ ഇനോപ്പറേറ്റീവ് അഥവാ നിർജ്ജീവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നിങ്ങളുടെ ശമ്പളം, പലിശ, വരുമാനം എന്നിവയിൽ നിന്നും സാധാരണ ഈടാക്കുന്നതിനേക്കാൾ ഇരട്ടി തുക ടാക്സായി പിടിക്കാൻ, TDS ആയി പിടിക്കാൻ സാധ്യതയുണ്ട്. ബാങ്കുകൾക്ക് പാൻ കാർഡ് ഇല്ലാത്ത വ്യക്തിയായിട്ടായിരിക്കും നിങ്ങളെ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുക. പാൻ കാർഡ് ഇല്ലാത്ത വ്യക്തികൾക്ക് ഒത്തിരി തടസ്സങ്ങൾ ട്രാൻസാക്ഷൻസിൽ നേരിടാൻ ഇടയുണ്ട്. 50,000 രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപങ്ങൾക്കും പിൻവലിക്കലുകൾക്കും നിങ്ങൾക്ക് തീർച്ചയായും തടസ്സം നേരിടും. പുതിയ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനോ ലോണുകൾ പാസ്സാക്കാനോ ഒന്നും പിന്നീട് നിങ്ങൾക്ക് സാധിക്കില്ല. മ്യൂച്വൽ ഫണ്ട്, ഓഹരി വിപണി എന്നിവയിലെ ഇടപാടുകൾ പൂർണ്ണമായും മുടങ്ങിപ്പോകും. വാഹനം വാങ്ങുന്നതിനും സ്ഥലം രജിസ്ട്രേഷനും വരെ ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. നിങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻകം ടാക്സ് റീഫണ്ടുകൾ തീർച്ചയായും തടഞ്ഞു വയ്ക്കപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് ലിങ്ക് ചെയ്യാൻ കഴിയുക? അങ്ങനെ എളുപ്പത്തിൽ അത് എങ്ങനെ ലിങ്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിലവിൽ ലിങ്ക് ചെയ്യാത്തവർക്ക് 1000 രൂപ പിഴ കൊടുത്തുകൊണ്ട് മാത്രമേ ഇനി ഇത് ചെയ്യാൻ സാധിക്കൂ. കാരണം മാസങ്ങൾക്ക് മുമ്പ് തന്നെ, ഒരു വർഷം മുമ്പ് തന്നെ ഇത് ചെയ്യുന്ന ഡേറ്റിനെ കുറിച്ച് മുന്നറിയിപ്പ് തന്നിരുന്നു. അത് ശ്രദ്ധിക്കാതെ പോയവർക്ക് ഇനി ഇത് ലിങ്ക് ചെയ്യണമെങ്കിൽ പോലും 1000 രൂപ പിഴയായി അടയ്ക്കണമെന്നുള്ള കാര്യം ആദ്യം ഓർക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇൻകം ടാക്സ് വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടലായ eportal.incometax.gov.in സന്ദർശിക്കണം. അത് സന്ദർശിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതുപോലുള്ള വ്യാജ സൈറ്റുകൾ ധാരാളം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ സൈറ്റിൽ ക്ലിക്ക് ചെയ്യാവൂ. ഹോം പേജിൽ ക്വിക്ക് ലിങ്ക് എന്ന ഭാഗത്ത് ലിങ്ക് ആധാർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ നിങ്ങളുടെ പാൻ നമ്പറും ആധാർ നമ്പറും തെറ്റാതെ നൽകുക. അവിടെ കാണുന്ന വാലിഡേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നേരത്തെ പിഴ അടച്ചിട്ടില്ല എങ്കിൽ പേയ്മെന്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകും. അവിടെ കണ്ടിന്യൂ ടു പേ ത്രൂ ഇ-പേ ടാക്സ് തിരഞ്ഞെടുത്ത് 1000 രൂപ പിഴ ഓൺലൈനായി അടയ്ക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേയ്മെന്റ് ചെയ്ത് 4-5 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ചിലപ്പോൾ പേയ്മെന്റ് അപ്ഡേറ്റ് ആവുകയുള്ളൂ. അത് അപ്ഡേറ്റ് ആയ ശേഷം വീണ്ടും ഇതേ പേജിൽ വന്ന് ആധാർ ലിങ്ക് റിക്വസ്റ്റ് നൽകേണ്ടതാണ്. പേര്, ജനനതീയതി എന്നിവ ആധാറിലെ പോലെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തി ലിങ്ക് ആധാർ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായി. സ്റ്റാറ്റസ് അറിയാൻ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. രണ്ടാമതൊരു മെത്തേഡ് ഉള്ളത് SMS വഴി ചെയ്യാൻ കഴിയും. ഇന്റർനെറ്റ് സൗകര്യം കുറവാണെങ്കിൽ SMS വഴിയും നിങ്ങൾക്ക് ഇത് ശ്രമിക്കാം. നിങ്ങളുടെ ഫോണിലെ മെസ്സേജ് ബോക്സിൽ UIDPAN എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ട ശേഷം 12 അക്ക ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. വീണ്ടും സ്പേസ് ഇട്ട് 10 അക്ക പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് മെസ്സേജ് 567678 അല്ലെങ്കിൽ 56161 എന്ന നമ്പറിലേക്ക് അയക്കും. SMS വഴി ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1000 രൂപ ചെല്ലാൻ വഴി അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ലിങ്കിങ് നടക്കൂ എന്നത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇനിയും വൈകിക്കരുത്. ഭാവിയിൽ വരുന്ന വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ ഇന്ന് തന്നെ നിങ്ങളുടെ പാൻ ആധാർ ലിങ്കിങ് സ്റ്റാറ്റസ് പരിശോധിക്കുക.